ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ഏപ്രിൽ മാസഫലം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, അതുപോലെ പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തെ പൊതുഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഏപ്രിൽ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് ആദ്യം നോക്കാം. ഇപ്പോൾ മിഥുനക്കുറും മിഥുന ലഗ്നം എന്ന് പറയുമ്പോൾ ബുധൻ്റെ രാശിയാണ്. ഇപ്പോൾ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള ബുധൻ ഏപ്രിൽ 10 വരെ ഭാഗ്യസ്ഥാനത്താണ്. അതിനുശേഷം ഏപ്രിൽ 11 മുതൽ ആ ബുധൻ 10 കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു. സൂര്യൻ ഏപ്രിൽ 14 കർമ്മസ്ഥാനത്ത് നിന്നും 11 രാശി മാറുന്നു. ചൊവ്വ ഏപ്രിൽ 2 10 കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നു. അതുപോലെ ഗുരുവാണെങ്കിൽ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മഭാവാധിപനാണ് ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത്. ശുക്രൻ ഏപ്രിൽ 19 11 നിന്നും 12 രാശി മാറുന്നു. ശനി 10 സ്ഥിതി തുടരുന്നു. രാഹു 9 കേതു 3 സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ചൊവ്വ ബുധൻ കർമ്മസ്ഥാനത്തേക്ക് മാറുന്നു എന്നുള്ളതും, അതുപോലെ സൂര്യൻ നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്ക് മാറുന്നു എന്നുള്ളതും, ശുക്രൻ വ്യയസ്ഥാനത്തേക്ക് മാറുന്നു എന്നുള്ളതുമാണ് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി അടിസ്ഥാനപ്പെടുത്തി പൊതുവായിട്ട് ഈ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ബുധൻ ഏപ്രിൽ 10 വരെ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഭാഗ്യസ്ഥാനത്ത് ബുധന് ഉണ്ട്. 11 മുതൽ ആ ബുധൻ നീചസ്ഥാനത്തേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു. നീചരാശിയാണെങ്കിൽ അത് ഗുരുവിൻ്റെ ക്ഷേത്രമാണ്. അപ്പം ഗുരുവിൻ്റെ ക്ഷേത്രത്തിൽ ബുധനും ബുധൻ്റെ ക്ഷേത്രത്തിൽ ഗുരുവും വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഒരു രാശി പരിവർത്തനം ഉള്ള സമയമാണ്. അപ്പോൾ മാത്രമല്ല ബുധന് നീചഭംഗം വരികയും കൂടെ ചെയ്യുന്നുണ്ട്. ഗുരു ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ പൊതുവെ അത് ആരോഗ്യസ്ഥിതി നമുക്ക് എന്തെങ്കിലും ആരോഗ്യസ്ഥിതി നോർമൽ ആയിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും സഡനായിട്ട് നമുക്കതിൽ നിന്ന് ഒരു മോചനം, റിക്കവറി, അതിൽ നിന്ന് ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം ജന്മരാശിയിലൊക്കെ ആ ഗുരു നിൽക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളുള്ളവർ, ഒബീസിറ്റി പ്രോബ്ലം, അതുപോലെ ഈ ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, അവരൊക്കെ അല്പം ആഹാരത്തിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകുന്നത് നല്ലതാണ്. ഇപ്പം 4 സുഖസ്ഥാനത്ത് ചൊവ്വയുടെയും ശനിയുടെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. അപ്പം പൊതുവെ മാനസികമായിട്ടൊരു പിരിമുറുക്കമൊക്കെ ചിലപ്പോൾ ഈ കുറുകാർക്ക് ഉണ്ടായെന്ന് വരാം. അതുപോലെ ഈ വാഹനമൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് തൊഴിൽ സ്ഥിതി എന്ന് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 3-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണ്. അതിനുശേഷം ആ സൂര്യൻ 11 ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. അതുപോലെ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിലുണ്ട്. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെ 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ 2 കർമ്മസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ രവിയും കുജനും ഒക്കെ 10 വരുന്നത് പൊതുവെ 10 സൂര്യൻ നിൽക്കുന്നത് ദിഗ്ബലമുണ്ട്. അതുപോലെ ചൊവ്വ 10 വരുന്നതും ദിഗ്ബലം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ചൊവ്വയ്ക്കും സൂര്യനും ഒക്കെ ദിഗ്ബലമുള്ള സമയമാണ്. അപ്പോൾ അത് തൊഴിലിൽ നമുക്ക് ഉയർന്ന അധികാരങ്ങൾ, തൊഴിലിൽ ഉയർച്ചയ്ക്ക്, ഉയർന്ന അധികാരത്തിനൊക്കെ അത് സാധ്യത കാണിക്കുന്നുണ്ട്. തൊഴിൽ ഭാഗ്യത്തിൻ്റെയും സമയമെന്ന് പറയാം. ബുധനും ഗുരുവൊക്കെ പ്രത്യേകിച്ച് രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അതുപോലെ ബുധന് നീചഭംഗമൊക്കെ വരുന്ന സമയമായതുകൊണ്ട് തൊഴിൽ ഭാഗ്യാനുഭവം പ്രതീക്ഷിക്കാം. പ്രമോഷനൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമായിട്ട് കാണാം. ചിലർക്ക് തൊഴിലിലൊക്കെ അവർക്കൊരു സൽപ്പേര്, ഒരു ഗുഡ് വില്ലൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. 10 സൂര്യൻ എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് തൊഴിലിൽ ഒരു ആത്മവിശ്വാസമൊക്കെ നൽകും.
അതുപോലെ തന്നെ സർക്കാർ തൊഴിലൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ആ 10ലെ സൂര്യൻ്റെ സ്ഥിതി വളരെ ഗുണം ചെയ്യും, പ്രത്യേകിച്ച് ആദ്യ പകുതി. അതുപോലെ തന്നെ ഈ കർമ്മസ്ഥാനത്ത് ശനിയും സൂര്യനുമായിട്ടുള്ള ആ ഒരു ബന്ധം വരുന്നുണ്ട്. കർമ്മസ്ഥാനത്ത് ചൊവ്വയും ശനിയുമായിട്ടുള്ള ബന്ധം വരുന്നുണ്ട്. അപ്പോൾ അത് ഈ പ്രത്യേകിച്ച് ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ്, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വളരെ യുക്തിപൂർവം അത് കൈകാര്യം ചെയ്ത് പോകണം. കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം. തൊഴിലിടത്തുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ്. സൂര്യൻ 3ാം ഭാവാധിപനാണ്. അതിൻ്റെ അഷ്ടമത്തിൽ ആദ്യ പകുതി സ്ഥിതി വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഫയലിലൊക്കെ എന്തെങ്കിലുമൊക്കെ 3ാം ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് ഈ ഫയലിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറിപ്പെഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജൊക്കെ പാസ് ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എന്തെങ്കിലും രേഖകൾ, ഡോക്യുമെൻറ്റേഷനൊക്കെ തയ്യാറാക്കുമ്പോഴൊക്കെ അതിൽ നമ്മൾ ഒരു എറർ വരാതിരിക്കാനൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ നമ്മുടെ തൊഴിലിടത്ത് ഹിഡൻ ആയിട്ടുള്ള എനിമീസ് ഉണ്ടെങ്കിൽ അവരുടെ നീക്കങ്ങളൊക്കെ നമ്മൾ പരാജയപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 11ൽ ഉച്ചരാശിയിലേക്ക് നേട്ടത്തിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ആത്മവിശ്വാസമൊക്കെ കൂട്ടും. നമുക്ക് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങൾ, ഗുണാനുഭവം ഉണ്ടാകും. വർക്കിൽ പൊതുവെ അംഗീകാരം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വഴി നേട്ടങ്ങൾ, അതുപോലെ പുതിയ എന്തെങ്കിലും ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്ന തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും സൂര്യൻ ഉച്ചരാശിയിലേക്കൊക്കെ വരുന്നത്. അവസാനത്തെ പകുതി പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ ഗുരു തന്നെയാണ്. ആ ഗുരു ജന്മരാശി നിന്നിട്ട് 7ലോട്ട് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്ന സമയമാണ്. ബുധനും ഗുരുവിനുമൊക്കെ പരിവർത്തന യോഗവും അതുപോലെ ബുധന് നീചഭംഗമൊക്കെ ഉള്ള സമയമൊക്കെ ആയതുകൊണ്ട് ബിസിനസ്സിലൊക്കെ പൊതുവെ നമുക്ക് വളരെ പ്രോഗ്രസ് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 11 മുതൽ ബുധൻ ഗുരു ഗ്രഹങ്ങൾക്ക് രാശി പരിവർത്തനം വരുന്നത് അതും നമുക്ക് പ്രത്യേകിച്ച് ബിസിനസ്സിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത്. ബിസിനസ് എക്സ്പാൻഷന് സാധ്യതയുണ്ട്. ഡെയിലി വരുമാനമൊക്കെ കൂടും, ലാഭവർദ്ധനമൊക്കെ സാധ്യതയുള്ള സമയമാണ്. പ്രത്യേകിച്ച് ഗുരുവിൻ്റെ ദൃഷ്ടി ഭാഗ്യസ്ഥാനത്തും അതുപോലെ 7ലൊക്കെ ഉള്ളത് ബിസിനസ് പരമായിട്ട് നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധൻ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തും ഒക്കെ സഞ്ചരിക്കുന്നു. ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിലുണ്ട്. അതുപോലെ ഈ 5ലും 7ലും 9ലും ഒക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പൊതുവെ 5ാം ഭാവാധിപനായി ശുക്രനാണെങ്കിൽ 18 വരെ നേട്ടത്തിൻ്റെ സ്ഥാനത്താണ്, 11ലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 5ലൊക്കെ ആ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനത്തിന് മുന്നേറ്റം ഉണ്ടാകും. ഇഷ്ടവിഷയങ്ങളിലൊക്കെ അഡ്മിഷൻ സാധ്യമാകുന്ന സമയമാണ്. പരീക്ഷകളിൽ അപ്പിയർ ചെയ്യുന്നവർക്ക് കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ ക്രിയേറ്റീവ് തലത്തിൽ അല്ലെങ്കിൽ ഈ കലാ വിഷയങ്ങളിലൊക്കെ കോഴ്സുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്കും അവസാനത്തെ പകുതിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. 5ാം ഭാവാധിപനായ ശുക്രൻ 12ലേക്ക് മാറുന്നത് പൊതുവെ പഠന ചെലവ് കൂടാൻ ഇടയാക്കും അവസാനത്തെ പകുതി. അതുപോലെ ഗുരു കടാക്ഷം, ഈശ്വര കടാക്ഷം ഒക്കെ ഈശ്വര അനുഗ്രഹമൊക്കെ ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് ധനസ്ഥിതി നോക്കുമ്പോൾ ഈ 11ാം ഭാവാധിപൻ ചൊവ്വയാണ്. ആ ചൊവ്വ 10ലേക്ക് മാറുന്നു. 11ൽ ശുക്രനുണ്ട്. അവസാനത്തെ പകുതി സൂര്യനും 11ലേക്ക് വരുന്നുണ്ട്, ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ തൊഴിൽ, ബിസിനസ് വഴിയൊക്കെ തന്നെ ധനവരവ് കൂടാവുന്ന സമയമാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ്, സ്റ്റോക്ക് മാർക്കറ്റ്, അതുപോലെ ക്രിയേറ്റീവ് വർക്ക്, ഇവ വഴിയൊക്കെ നമുക്ക് ധനവരവ് കൂടാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ വഴിയും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയും ഒക്കെ വിദേശ ബന്ധ വഴിയൊക്കെ നമുക്ക് സഹായങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് 12ാം ഭാവാധിപനായ ശുക്രൻ 12ലേക്ക് വരുന്നു എന്നുള്ളത് അല്പം
സുഖച്ചെലവ് കൂടാൻ ഇടയാക്കും. അത് ചിലപ്പോൾ ദൂരയാത്രകൾ വഴിയുള്ള ചിലവായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചിലവായിരിക്കാം. ചിലപ്പോൾ പഠിതാക്കൾക്ക് വിദേശത്തൊക്കെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ചിലവാകാം. അങ്ങനെ പൊതുവേ നമുക്ക് അവസാനത്തെ പകുതി അല്പ ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. എങ്കിലും ധനപരമായിട്ട് സുഖാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ 2ാം ഭാവത്തിലൊന്നും ഗ്രഹങ്ങൾ ഇല്ല. അപ്പോൾ തമോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും 2ാം ഭാവരാശിയിലില്ല. അതുകൊണ്ട് സമ്പാദ്യ കുറവിനൊന്നും സാധ്യത കാണുന്നില്ല. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ഇങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹം ചിന്തിക്കുമ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ്. ആ ഗുരു ജന്മരാശിയിൽ നിൽക്കുന്നു. സഞ്ചാരത്തിലാണ് ഗുരു. ഇപ്പോൾ 7ലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ 9ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. വിവാഹ ഭാവകാരകൻ ശുക്രനാണെങ്കിൽ 11 നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് ഏപ്രിൽ 18 വരെ. ഇപ്പോൾ വിവാഹ ആലോചനകളിൽ വന്ന മെല്ലപ്പോക്ക് അല്ലെങ്കിൽ തടസ്സങ്ങൾ ഒക്കെ മാറും. ആലോചനകൾക്ക് പൊതുവെ അനുകൂല സമയമാണ്. അനുയോജ്യമായിട്ടുള്ള നല്ല പരിജ്ഞാനമുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്താൻ കഴിയുന്ന സമയമാണ്. പ്രണയബന്ധമൊക്കെ പൊതുവെ സ്മൂത്താവുന്ന സമയമാണ്. പ്രത്യേകിച്ച് 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 11 നിന്നിട്ട് 5ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗഹൃദ ബന്ധമൊക്കെ ചിലപ്പോൾ പ്രണയബന്ധത്തിലേക്കൊക്കെ ഉയരുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ സന്താനങ്ങൾക്കായിട്ടൊക്കെ സന്താനങ്ങളുടെ വിവാഹമൊക്കെ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ 5ാം ഭാവത്തിൻ്റെ 7ലാണ് ശുക്രൻ നിൽക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് സന്താനങ്ങളുടെ വിവാഹ ആലോചനകൾക്കും സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. മാരിറ്റൽ റിലേഷനും സന്തോഷകരമാകും. ദമ്പതിമാർക്ക് ദൂരെ യാത്രകൾക്കും ഷോപ്പിങ്ങിനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. പൊതുവെ അല്പം പക്വതയും ആത്മീയ ചിന്തയൊക്കെ ദമ്പതിമാർക്ക് ഉണ്ടാകുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് അതൊക്കെ നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ നിലവിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അത് പരിഹരിക്കുന്നതിനൊക്കെ ആ 7ലെ ഗുരുവിൻ്റെ ദൃഷ്ടി സഹായകമാണ്. 7ൽ ശനിയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ തന്നെയും ആ ഗുരുവിൻ്റെ ദൃഷ്ടി 7ാം ഭാവാധിപൻ 7ൽ ദൃഷ്ടി ചെയ്യുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. അതുപോലെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ അല്പം കെയർ കൊടുത്തു പോകണം. പ്രത്യേകിച്ച് ശുക്രൻ 11 ഏപ്രിൽ 18 വരെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സുഖ കാര്യങ്ങളിലൊക്കെ ഒരു കെയർ കൊടുത്ത് പോകണം. 14 സൂര്യൻ 11 വരുന്നു. രവിയും ശുക്രനും ഒക്കെ 11 കഴിവതും എന്തെങ്കിലുമൊക്കെ സീക്രട്ട് അഫെയർസൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ വെളിച്ചത്ത് വരാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമയത്ത് വേണം. കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ 2 ഗ്രഹങ്ങളൊന്നുമില്ല. 2 തമോ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ല. അപ്പോൾ പൊതുവെ അത് നമുക്ക് ഗുണമാണ് ചെയ്യുന്നത്. 4 ശനിയുടെയും സൂര്യൻ്റെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ അത് ആദ്യ പകുതി സൂര്യൻ്റെ ദൃഷ്ടിയുണ്ട്. ശനി ചൊവ്വയൊക്കെ 4 ദൃഷ്ടിയുണ്ട്. അതൊക്കെ കുടുംബത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ അല്ലെങ്കിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, തർക്കങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ചൊവ്വയും സൂര്യനും അതുപോലെ ശനിയൊക്കെ 4ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ബന്ധുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം. അതേസമയം നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ, കുടുംബ ചുറ്റുപാടുകൾ അതൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ വരിക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലെ സന്തോഷം, സമാധാനക്കുറവിനൊക്കെ ചിലപ്പോൾ അത് വഴിതെളിക്കാം. അത് അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം. ഏപ്രിൽ 6, 7, 11, 12, 20, 21 ഈ തീയതികൾ പ്രത്യേകിച്ച് മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ഏപ്രിൽ മാസത്തെ ഗോചരഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള പൊതുവായിട്ടുള്ള ഫലമാണ്. പക്ഷേ ഈ പൊതുഫലത്തെ ഇപ്പോൾ നടക്കുന്ന ദശ ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും ഇപ്പോൾ നടക്കുന്ന ദശ അപകാരം ഛിദ്രമൊക്കെ സ്വാധീനിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ
ദശയോ അപകാരമോ ഛിദ്രമോ ആണോ, അതോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമാണോ നടക്കുന്നത്, ഇതിനനുസരിച്ചായിരിക്കും ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഈ പ്രത്യേകിച്ച് ഈ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. ഇപ്പോൾ മിഥുനക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ മിഥുന ലഗ്നം വരികയുള്ളൂ. അവർക്ക് മറ്റു ലഗ്നരാശികളും വരാം. അപ്പോൾ മിഥുന ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് നോക്കണം. അത് കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്ത് വന്നിട്ടുള്ളതാണോ? അപ്പോൾ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്, ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ നമുക്ക് ഏപ്രിൽ മാസത്തെ പൊതുഫലത്തിന് ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കൂറിൻ്റെ ഫലം മാത്രമേ വരുള്ളൂ. പ്രത്യേകിച്ച് കൂറിനേക്കാളും കൂടുതൽ സൂക്ഷ്മത എന്ന് പറയുന്നത് ലഗ്നത്തിനാണ്. അപ്പോൾ ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് അവരുടെ ലഗ്നം എവിടെയാണ് വന്നിട്ടുള്ളതെന്നും കൂടെ നോക്കണം. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു ചിത്രം, ഏപ്രിൽ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു ചിത്രം അവർക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.